ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ മുമ്പ് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ലേണേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈസൻസിൽ. അപ്പോൾ ലേണേഴ്സിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് പാസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ പേപ്പർ ഉണ്ടല്ലോ അത് വാങ്ങിക്കാനായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നതാണ് കുഴൽമന്ത്. അപ്പോൾ വന്ന് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് കുഴൽമന്ത് ചന്തയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ഉണക്കമീൻ, പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ, പിന്നെ ഡ്രസ്സുകൾ, വേണ്ട എല്ലാവിധ സാധനങ്ങളും ചന്തയിലുള്ള കിട്ടണതൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമീനൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വണ്ടി നിർത്തി ഉണക്കമീൻ കുറച്ച് വാങ്ങിച്ച് പൊതി കെട്ടിയിട്ടാണ്. അങ്ങനെ ഞാനതാ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ കൂട്ടുകാരി സരിത ചേച്ചിനെയും കൂടെ ഒന്ന് കാണാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നതാണ്. അപ്പോൾ ചേച്ചി ഇവിടെ ക്രാഫ്റ്റൊക്കെ പഠിക്കാനായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ്. പക്ഷേ പുള്ളിക്കാരത്തി എന്നെ വിട്ടില്ല. ഞങ്ങളിതാ നേരെ അവിടെ നിന്ന് പഞ്ചായത്തിലേക്ക് വന്നു. എന്തോ പഞ്ചായത്തിൽ ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഞ്ചായത്തിൽ വന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മളിങ്ങനെ കണ്ടുമുട്ടിയാൽ പിന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ലഘുഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നല്ല വിശപ്പുണ്ട്. രാവിലെ പോകുമ്പോൾ നേരാവണ്ണം കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. 8:30 ആകുമ്പോൾ ഞാൻ പോയതായിരുന്നു കേട്ടോ ആലത്തൂർ. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ശരി എന്നാൽ ഞാൻ പൊറോട്ട വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ ബിരിയാണി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു തന്ന് അങ്ങനെ കഴിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വരുന്ന സമയത്ത് കുഴൽമന്തിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതെന്താ സാധനം എന്ന് എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ സാനിറ്ററി നാപ്കിനാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനം. അപ്പോൾ എന്തായാലും ഞാനത് കുഴൽമന്തിൽ നിന്ന് ഒരു 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കേട്ടോ. നമ്മൾ ഇതിൻ്റെ വില, ഒരു പാക്കറ്റിൻ്റെ വില 10 രൂപയാണ് കേട്ടോ. അതിനകത്ത് 10 പീസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ ഈ ഒരു പാക്കറ്റിനെ കുറിച്ചിട്ട്. കുഴപ്പമില്ല, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ മെഡിക്കൽ ഷോപ്പുകളുണ്ടല്ലോ, അതിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഞാൻ ഇതറിഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, 2 പാക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ 2 പാക്കറ്റും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. 20 രൂപയ്ക്ക് 20 എണ്ണം, ഒരു പാക്കറ്റിൽ 10 എണ്ണം. അപ്പോൾ സുഖമായിട്ട് നമുക്ക് 2-3 മാസമൊക്കെ നോർമലായിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സാധനം ഇത്രയും ചെറിയ വിലയ്ക്ക് കിട്ടുന്നത് ഞാൻ ഈ അടുത്ത കാലത്താണ് കേട്ടോ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്തിയത്. കാരണം എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ അവർക്ക് യൂസ് ചെയ്യാമല്ലോ, യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, കോട്ടനാണ്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ യൂസ് ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടൗണിലൊക്കെ പോയി അന്വേഷിക്കുക. നരേന്ദ്രമോദിയുടെ മെഡിക്കൽ ഷോപ്പുകളുണ്ടെങ്കിൽ അതിൽ ഇത് അവൈലബിൾ ആയിരിക്കും. വില കുറവുമാണ് കേട്ടോ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതെന്തായാലും അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ കഴുകാനായിട്ട് നിൽക്കുകയാണ്. ഉഴുന്ന് കഴുകുക എന്ന് പറഞ്ഞാൽ രാവിലെ പോകുമ്പോൾ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരയ്ക്കാനായിട്ട്. ഇന്നിപ്പോൾ ലീവൊക്കെ ആണല്ലോ, അപ്പോൾ അരച്ച് വെച്ചാൽ ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ തൊലി ഉള്ള ഉഴുന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത്, തൊണ്ടുള്ള ഉഴുന്നാണ് അധികം വാങ്ങിക്കുന്നത്. അതാകുമ്പോൾ നന്നായിട്ട് പൊന്തും. നമ്മുടെ ഇഡ്ഡലി ആണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഒക്കെ നല്ല ഉഴുന്ന് മാവൊക്കെ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഞാനിതാ ഉഴുന്ന് കഴുകണത് ഒരു പണി തന്നെയാണ്, നമ്മൾ തൊലിയുള്ള ഉഴുന്ന് കഴുകുമ്പോൾ. മറ്റേതാകുമ്പോൾ 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ ബാക്കി പിന്നെ അരയ്ക്കണ സമയത്ത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതങ്ങനെയല്ല, നല്ലോണം കഴുകണം. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇഡ്ഡലിക്ക് ഇട്ടതാണ്, അതൊന്ന് കഴുകുകയാണ്. അരിയൊക്കെ ആട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 ദിവസത്തേക്ക് പിന്നെ രാവിലത്തെ കാര്യങ്ങൾ അങ്ങനെ നടക്കില്ലേ, വേറൊന്നും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. അരി ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മാവില്ലാത്ത സമയത്താണ് എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ബേജാറ്. ഇനിയിപ്പോൾ എന്തായാലും അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. രാവിലെ പിന്നെ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചതുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ ഞാനും കഴിച്ചില്ല, പുറത്തുനിന്ന് കഴിച്ചത് കൊണ്ട്. അപ്പോൾ ചോറുണ്ട്. അപ്പോൾ കറി എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കണം. പിന്നെ അരി ഉഴുന്നൊക്കെ അരയ്ക്കണം. തുണിയൊക്കെ കഴുകാനുണ്ട് കുറച്ച്.
രാവിലെ ഒന്നും കഴുകാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ വൈകുന്നേരം കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉച്ചയ്ക്ക് വന്നിട്ട് വെയിലാണല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് കഴുകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു അരി ഉഴുന്നൊക്കെ അരയ്ക്കാനിട്ടിട്ട് അതൊന്ന് കഴുകി വെക്കണം, കഴുകിയിടണം. പിന്നെ കൂട്ടാൻ വെക്കണം. വീട്ടിലിരുന്നാലും പണികൾക്കൊന്നും ഒരു കുറവുമില്ല അല്ലേ. അപ്പോൾ അതാ എന്തായാലും ഞാൻ ഉഴുന്നൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഉഴുന്നിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. നേരത്തെ ഒന്നും ഞാൻ അങ്ങനെ ഉലുവ ചേർക്കാറില്ല. ഇപ്പോൾ പിന്നെ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഇത്തിരി നന്നായിട്ട് പൊന്തി വരാനായിട്ട്. അപ്പോൾ ഞാൻ കൂട്ടാൻ വെക്കാനായിട്ട് ഉണക്കമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് വൈകുന്നേരം പുളി വെക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കുളത്തിൻ്റെ അവിടെ വന്നതാണ് കേട്ടോ, മീനൊക്കെ എടുത്തിട്ട് കഴുകാനായിട്ട്. അപ്പോൾ എന്നെ കണ്ടത് ഇങ്ങനെ നമ്മുടെ കുളത്തിലെ മീനുകൾ തുള്ളിച്ചാടുകയാണ്. കാരണം തീറ്റി ഇടാൻ വന്നതാണോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരിനെ കണ്ടു വെച്ചാൽ ഇങ്ങനെ മേലെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ശരി പാവങ്ങൾ നമ്മളെ കണ്ടതും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ അവർ നന്നായിട്ട് തിന്ന് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിത് അവിടെ നമ്മൾ ഇന്ന് വാങ്ങിച്ച മീനൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. നമ്മളിന്ന് എന്താണ് മാന്തള മീനും പിന്നെ ഉണക്ക അയിലയും ഉണ്ടല്ലോ, അതാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ പിന്നെ വേറെ മീനൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഈ ഒരു ഉണക്കമീനൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലപ്പോഴും ഒക്കെ കൂട്ടാൻ വെക്കാനില്ലാത്ത സമയത്ത് വറ്റിക്കുകയോ പുളി വയ്ക്കുകയോ വറുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മീൻ വാങ്ങിച്ചതാണ്. കാക്കിലാൻ 60 രൂപയൊക്കെയാണ് കേട്ടോ. ഓരോ തരത്തിലും ഉണ്ട്, 2-3 തരമുണ്ട്. 60 രൂപ 50 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 60 രൂപൻ്റെയാണ് വാങ്ങിച്ചത്. നമ്മൾ എന്താ ഉണക്ക നങ്കി അല്ലെങ്കിൽ ഉണക്ക മാന്തളം എന്ന് പറയില്ലേ അത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് മാന്തള മീൻ വറുത്ത ഇഷ്ടമാണ്, എനിക്കും അതേപോലെ തന്നെയാണ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ വറുക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് വന്നിട്ട് ഉണക്ക അയില കേട്ടോ. പിന്നെ ഈ ഉണക്ക അയില നമുക്ക് വെണ്ടയ്ക്കയിലിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ വാഴയ്ക്ക, പിന്നെ മത്തി ഉണ്ടല്ലോ, ഉണക്ക മത്തി, തലമുറിയും മത്തി എന്നൊക്കെ പറയും നമ്മുടെ അവിടെ. അതാണെങ്കിൽ ഈ പൊന്തം വാഴയ്ക്ക ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല രസമാണ് കഴിക്കാനായിട്ട്. ചിട്ടി പറഞ്ഞ പോലെ വറുക്കാനും നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ എന്താണ് നമുക്കിപ്പോൾ പച്ചമീനൊന്നും ഇല്ലെങ്കിലും ഒരു നേരം ഈ ഉണക്കൽ വറുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതിന് നല്ല പുളിഞ്ചാറോ രസമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ പരിപ്പ് കറി, മുരിങ്ങയില കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഉണക്ക മീൻ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വാങ്ങിക്കൽ കുറവാണ് കേട്ടോ, ഉണക്ക മീനൊക്കെ വാങ്ങിക്കൽ കുറവാണ്. ഇപ്പം ഞാൻ ചന്തയ്ക്ക് പോയിട്ട് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഏട്ടനും ഇതുപോലെ വല്ലപ്പോഴൊക്കെ വാങ്ങിയിട്ട് വരും, അപ്പോൾ ഇങ്ങനെ വെക്കും. പിന്നെ മാന്തള മീൻ ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് വറ്റിച്ചാലൊക്കെ നല്ല ഇഷ്ടമാണ്. അല്ലാതെ തേങ്ങയില്ലാണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് ചെറുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് തേങ്ങയില്ലാണ്ട് ഉണക്ക നങ്കി വറ്റിക്കും, അതും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഒരു 3-4 ഉണ്ട് ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ വാടി കിടക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് വെക്കാമെന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു അയില എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3-4 നമ്മുടെ മുള്ള മീനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് വറുക്കാമെന്ന് പറഞ്ഞിട്ട് അതും എല്ലാം കൂടെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചു. പിന്നെ കുറേ സമയം കഴിഞ്ഞ് പിന്നെ ഞാൻ അതിനൊക്കെ നന്നാക്കി എടുത്തു വെച്ചു. പിന്നെ ഇതാ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവാണ്. വൈകുന്നേരത്തേക്ക് ആയതുകൊണ്ട് കുറച്ച് മതിയല്ലോ കറി. അപ്പോൾ അതാ ഞാൻ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ പച്ചമീൻ കറി വയ്ക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഇതിന്, വേറെ പ്രത്യേകിച്ചൊന്നും ഇതില്ല. നമ്മൾ നങ്കിമീനൊക്കെ എന്താണ് തേങ്ങയില്ലാണ്ട് വെക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ നങ്കിമീൻ ഉണക്ക നങ്കിക്ക് നല്ലൊരു എന്താ പറയുക കുറുക്കവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അത് മാന്തള മീനിന് വെക്കുമ്പോൾ കേട്ടോ, നങ്കിക്ക് വെക്കുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് വെക്കുകയാണല്ലോ, അതുകൊണ്ട് ഇത് നമ്മൾ സാധാരണ പച്ചമീനൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ. ചെറിയുള്ളിക്ക് പകരം ഇവിടെ സവാളയാണ് കേട്ടോ, ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ സവാള അങ്ങനെ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ ഉണക്കമീൻ കൊണ്ടുള്ള കറികളും അല്ലെങ്കിൽ എന്താണ് വറുത്തതും ഒക്കെയാണ് കൂടുതലിഷ്ടം.
വീട്ടിൽ പലപ്പോഴും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുക കേട്ടോ. ഇനി വെണ്ടയ്ക്ക ഇട്ട് വയ്ക്കും. പിന്നെ നമ്മൾ ചെള്ളിപ്പൊടി മീനൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങ ചെള്ളിപ്പൊടി, മാങ്ങ സീസൺ ആയാൽ പിന്നെ ചെള്ളിപ്പൊടി മീൻ തന്നെയാണ് കറി, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റാണല്ലോ ചെള്ളിപ്പൊടി മാങ്ങ ഇട്ട് വയ്ക്കുക. പിന്നെ ചെള്ളിപ്പൊടിൻ്റെ കൂടെ ചക്കക്കുരു, മുരിങ്ങക്കായ, അങ്ങനെ അതും നന്നായിരിക്കും. അതൊക്കെ വേനൽക്കാലത്ത് നമ്മുടെ ഈ ഒരു എന്താ പറയുക, വേനൽക്കാലം ആകുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ചെള്ളിപ്പൊടി മീൻ കിട്ടുക. ഭരണി സമയത്തൊക്കെയാണ് നല്ല അടിപൊളി ഫ്രഷ് മീനായിട്ട് കിട്ടുക, നല്ല മണമുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചാറിൻ്റെ ഒരു മണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൂട്ടാൻ, അതായത് ചോറ് കഴിക്കാൻ അത് മാത്രം മതി, അതിൻ്റെ ഒരു പൊട്ട് വെള്ളം കിട്ടിയാൽ മതി. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ആ ഒരു എന്താ പറയുക മാങ്ങയും ചെള്ളിപ്പൊടിയൊക്കെ ഇട്ട് കറി വെക്കുന്നത്. ഉണക്കമീൻ ഇപ്പോൾ എങ്ങനെ ഇട്ട് വെച്ചാലും മീൻ കഴിക്കുന്നവർക്ക് ഇഷ്ടമാവും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ അച്ഛനും ഏട്ടനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ ഈ ഉണക്കമീനിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. പിന്നെ അച്ഛൻ പിന്നെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് പിന്നെ മീൻ ചിക്കൻ എന്ന് പറയണതൊന്നും ഈ അടുക്കളയിൽ വെച്ച അച്ഛന് ദേഷ്യമാണ് അച്ഛൻ ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ മൂപ്പർക്ക് പിന്നെ വേറെ കറികളൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഏട്ടൻ പിന്നെ കഴിക്കണമെന്ന് മാത്രം, ഇഷ്ടം ഒരുപാട് ഇഷ്ടം കൊണ്ടല്ല, എന്നാലും എന്താ പറയുക ആൾക്കങ്ങനെ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ ചെള്ളിപ്പൊടി, അത് മാങ്ങയിട്ട് വെച്ചാൽ അത് കഴിക്കും. അല്ലാതെ ഇതുപോലെ ഞാനിങ്ങനെ എന്താണ് ഉണക്കമീനിൽ കണ്ണിക്കണ്ടതൊക്കെ ഇട്ട് വയ്ക്കുമല്ലോ, വെണ്ടയ്ക്കയും വാഴയ്ക്കൊക്കെ ഇട്ട് വയ്ക്കണതിൽ അങ്ങനെ പുള്ളിക്കാരന് വലിയ താല്പര്യമില്ല, കഴിക്കുന്നേ ഉള്ളൂ. അതിപ്പോൾ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. ഏട്ടനാണെങ്കിൽ കൂടുതലും സാമ്പാറുകളോടാണ് താല്പര്യം. സാമ്പാർ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ പച്ചക്കറികൾ, പലതരം പച്ചക്കറി, എല്ലാ പച്ചക്കറിയും ഇട്ടിട്ട് എങ്ങനെ പോയാലും ഒരു സാമ്പാറാവണം, അത്രയേ ഉള്ളൂ. ഓരോ വീട്ടിലും ഉണ്ടാവില്ലേ ഇതുപോലെ ഓരോരോ പ്രത്യേകതയുള്ള ആൾക്കാർ. ചിലർ ഭാര്യമാരായിരിക്കും, ചിലർ മക്കളായിരിക്കും, ചിലർ ഹസ്ബൻഡായിരിക്കും. ചിലതിനോട് നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്കിതുപോലെ ഈ ഉണക്കമീനിനോട് ഇത്തിരി പ്രിയം കൂടുതലാണ് കേട്ടോ. എന്താണ് നമ്മൾ പച്ചമീൻ വെക്കുന്നതിനേക്കാളും ഇതിനോട് കുറച്ച് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും. ഏട്ടന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഏട്ടൻ അധികം അങ്ങനെ വെക്കാൻ സമ്മതിക്കില്ല. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അവരുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ, നമ്മുടെ ഇഷ്ടവും നോക്കണ്ടേ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ മീനൊക്കെ അങ്ങോട്ട് മീൻ കറിക്കുള്ളതൊക്കെ റെഡി ആയിട്ടാണ്. വെണ്ടയ്ക്കൊക്കെ ഇട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് വേവിച്ചു. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ഉണക്ക മീനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് മത്തിയിട്ടാണ്, മത്തിയല്ല അയില. ഇനിയിപ്പോൾ ഇതിൽ തേങ്ങ അരച്ച് ചേർത്താൽ നമ്മുടെ ഉണക്ക മീൻ കറി റെഡിയാകും. പിന്നെ ഞാൻ ഒരു 3-4 മുള്ളമീൻ ഉണ്ടായിരുന്നില്ല, അത് ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതാ വറുക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ തൊടിയിൽ നിന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട്, കടുക് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമീനും ചാറും കപ്പ പുഴുങ്ങിയതും അതാണ് ഇപ്പോൾ. ഇതിപ്പോൾ ഇതാ അവിടെ കപ്പയ്ക്ക് താളിക്കുകയാണ് കേട്ടോ. കപ്പ കടുക് വറുക്കുകയാണ്. വെളുത്തുള്ളിയും വറമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതവിടെ ഇന്നലെ ഞാൻ ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളി ഇഞ്ചി എന്നൊക്കെ പറയില്ലേ, ആ സംഭവം പുളി ഇഞ്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം അതും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാ ചോറ് കഴിക്കാനുള്ള കറിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റ് നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോറ്, ഉണക്കമീനും വെണ്ടയ്ക്കയും ഇട്ട് കറി വെച്ചത്, പിന്നെ കപ്പ കടുക് പൊട്ടിച്ചത് കേട്ടോ, ഉടച്ചിട്ട് കടുക് പൊട്ടിച്ച്, പിന്നെ ഇഞ്ചിപ്പുളി, പിന്നെ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ രാത്രിത്തെ ഊണൊക്കെ റെഡിയായി. അങ്ങനെ ഊണ് കഴിക്കുകയാണ്. ഒക്കെ കൂടിയാണ് ഇന്ന് കറി. എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.